കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഷിക്കാഗോ പ്രെയർ ലൈനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് കാഞ്ഞിരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് ലീഡ് ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ റിജിക് കോശി ബ്രദറിനായി പാസ്റ്ററിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ പരിചയപ്പെടുവാനായിട്ട് കർത്താവ് സഹായിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ജോയ്സ് മാത്യുവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സൗണ്ടും നല്ല പാട്ടുമായിരുന്നു. ഇവിടെ പ്രഭാതവും അവിടെ പ്രദോഷവുമായിരിക്കുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും അത് വിവിധ ടൈം സോണിലാണെങ്കിലും നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ രാജേഷ് പിള്ള എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ 32 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഹരിപ്പാടാണ് എന്റെ സ്വദേശം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റില്. നമുക്ക് ഒരിക്കലും ഈ കർത്താവിന്റെ വിശുദ്ധ വചനം എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ ദാസനായി തീരുവാനോ ഒന്നും സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ദൈവം എന്നെ മുന്നമേ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒറീസയില് ഇപ്പോൾ 27 വർഷമായിട്ട് മിഷണറിയും ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. പാസ്റ്റർ വിത്ത് മിനിസ്ട്രിയിലാണ്. നമുക്കിവിടെ ചെറിയൊരു ഓർഫനേജ് ഉണ്ട്. 2002 ഓർഫനേജ് ഞാൻ ആരംഭിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ അത് റൺ ചെയ്യുന്നു. ഒത്തിരി കുട്ടികളെ നമ്മൾ എടുക്കുന്നില്ല. 20 കുട്ടികളെയാണ്, 10 ആൺകുട്ടികൾ 10 പെൺകുട്ടികളെ അവരെ പഠിപ്പിക്കുന്നു. അവരെ ഓരോരോ ബാച്ച് കഴിയുമ്പോൾ +2 കഴിഞ്ഞ് ITA കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവരെ അവരുടേതായ നല്ലൊരു ജീവിതത്തിലേക്ക്, ചിലര് കേരളത്തിലേക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തു വരുന്നത്. നമുക്ക് കുഷ്ഠരോഗ കോളനിയില് 4 കുഷ്ഠരോഗ കോളനിയില് മീറ്റിങ്ങുകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അവരെ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് മിനിസ്ട്രി ഉണ്ട്. ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഇവർ ബൈബിളൊക്കെ കാണുന്നതും വാങ്ങിക്കുന്നതും മേടിക്കുന്നതും ഒക്കെ. അങ്ങനെ ഒറീസയിലെ വേല വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പസമയം ദൈവവചനത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാന സമയത്ത് ഞാൻ പറയും. ദൈവത്തിന്റെ ദാസൻ എനിക്ക് തന്നിരിക്കുന്ന സമയം ഇവിടുത്തെ 7 മണിയാകുമ്പോൾ തീർക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഒന്ന് പറയാമോ? അതനുസരിച്ച് ഞാൻ ക്രമീകരിക്കാം. 7 മണിക്കാണ് നമ്മൾ സാധാരണ നിർത്തുന്നത്. എന്നാൽ 45 കർത്താവിന്റെ ദാസനോട് പറഞ്ഞു നമുക്ക് ഇപ്പോഴ് 35 മിനിറ്റ് ആണ്. 45 മിനിറ്റ് വരെ 40 മിനിറ്റ് വരെ പോകാം. 7:05 7:10 വരെ മാക്സിമം പോകാം. ഞാൻ ഈ രക്ഷയിലേക്ക് കടന്നു വന്നത് എൻ്റെ മാതാവ് മുഖാന്തരമാണ്. ഇപ്പോഴുള്ള പേരല്ലായിരുന്നു എൻ്റെ നാട്ടുകാർ എനിക്ക് തന്നത്. എന്നെ നാട്ടുകാർ ചട്ടമ്പി രാജേഷ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എവിടെ പോയാലും പ്രശ്നക്കാരനായിരുന്നു. എന്ത് ചെയ്താലും പ്രശ്നക്കാരനായിരുന്നു. സ്കൂളിൽ പോയാൽ, അമ്പലത്തിൽ പോയാൽ, നാട്ടിൽ എവിടെയെങ്കിലും ഇറങ്ങിയാലും പ്രശ്നക്കാരനായിരുന്നു. അപ്പോൾ ഞങ്ങള് അമ്പലഭക്തന്മാരാണ്. രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ച് തൊഴുത് പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത്, തിരിച്ചു വരുന്നതും. അങ്ങനെ എനിക്ക് എൻ്റെ പിതാവിനെ ആൾക്കാര് അന്നത്തെ കാലത്ത് വിളിക്കുന്നത് തമ്പുരാൻ എന്നാണ്. വലിയ ഒരു ജന്മിയായിരുന്നു. ഒത്തിരി വസ്തുവകളൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ദാസൻ പിള്ള എന്നാണ്. അപ്പൊ ഹരിപ്പാട് ആരോട് ചോദിച്ചാലും കാർത്തികപ്പള്ളി താലൂക്ക് ആ ഏരിയ മുഴുവനും അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചറിയാം. അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്സിലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എയർഫോഴ്സ് ഓഫീസറായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒത്തിരി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വലത് ചൈന വാറിന് ശേഷം അദ്ദേഹം അവിടം വിട്ടിട്ട്, എയർഫോഴ്സ് വിട്ടിട്ട് അദ്ദേഹം പിന്നെ ജോലിക്ക് പോയില്ല. അപ്പോൾ എൻ്റെ ജനനം ഒരു വല്ലാത്ത ഒരു പർട്ടിക്കുലർ ജനനമായിരുന്നു. എൻ്റെ 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നത്. അതോടുകൂടെ ഞങ്ങളുടെ സ്ഥിതിഗതികളെല്ലാം മാറി മറിയുകയാണ്. ഞാനും അമ്മയും തനിച്ചായി. ഞങ്ങളുടെ വസ്തുവകൾ എല്ലാം നഷ്ടമായി. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും
അത് വസ്തുക്കൾ നഷ്ടമായെങ്കിലേ അല്ലെങ്കിൽ ചാരമായെങ്കിലേ അത് വളമാകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ എന്റെ പിതാവ് ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് കഷ്ടം എന്താണ്, ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് അമ്പലങ്ങൾ കടന്നുപോകും, പ്രാർത്ഥിക്കും, സപ്താഹങ്ങൾ, കാവടി, അതുപോലെ ശബരിമല, ഇങ്ങനെയുള്ള ഭക്തി സാന്ദ്രമായ ഹൈന്ദവ ഭക്തിയിൽ മുഴുകി ജീവിച്ച ഒരു വ്യക്തികളാണ് ഞാനും എൻ്റെ അമ്മയും. അതുപോലെ തന്നെ ഞങ്ങൾ കഥകളി ഭക്തന്മാരായിരുന്നു. കഥകളി കാണുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നവരുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അമ്പലത്തിൽ വസിക്കുന്നവരായിരുന്നു. അടുത്ത് തന്നെ ഹരിപ്പാട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ക്ഷേത്ര നഗരിയാണ്. ഏകദേശം 60-65ഓളം വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉള്ള സ്ഥലമാണ് ഹരിപ്പാട്. ഒരു രീതിയിലും അവിടെ യേശുവിനെ അറിയുന്നവർ അന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ, ഞാൻ വളരെ കുസൃതി കുട്ടിയായതുകൊണ്ട് എന്നെ ഒരു സ്കൂളിൽ പഠിപ്പിക്കത്തില്ല. ഞാൻ പഠിക്കുന്നതൊക്കെ ഹെഡ് മാസ്റ്ററുടെ റൂമിലിരുന്ന. കാരണം കുട്ടികളുമായിട്ട് ഭയങ്കര വഴക്കും അടിയും ഒക്കെ ആയി പ്രശ്നമായി. ഓരോ ദിവസം ഒരു 5-6 പ്രശ്നങ്ങൾ ഉണ്ടാകും ഓർത്തെ. അപ്പോൾ അമ്മയ്ക്ക് എന്നും സ്കൂളിൽ വരാനും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും മാത്രമേ ഉള്ളായിരുന്നു സമയം. അതുമാത്രമല്ല, വഴക്ക് ടീച്ചർമാരുടെയും അധ്യാപകരുടെയും വഴക്ക് കേൾക്കാനേ അമ്മയ്ക്ക് സമയമുള്ളായിരുന്നു. അങ്ങനെ വളരെ വിഷമത്തോടുകൂടെ ആയിരിക്കുമ്പോൾ ഹരിപ്പാട് ഞങ്ങളുടെ ഹാസ്യ സ്റ്റുഡിയോ, അപ്പോൾ അതിന്റെ അപ്പുറത്ത് 2 കടകൾക്ക് അപ്പുറത്ത് ഒരു ചെറിയൊരു പലചരക്ക് കട നടത്തിക്കൊണ്ടിരുന്ന TPM-ലെ ഒരു അച്ചായനുണ്ടായിരുന്നു. അപ്പൊ വളരെ വിഷമത്തോടെ അച്ചായൻ എടുക്കുക ചെന്ന് പറഞ്ഞു എന്റെ കാര്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്റെ 2-3 മക്കൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട്, നമുക്ക് രാജേഷിനെ അവിടെ വിടാം, അവൻ നല്ല കുട്ടിയായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബാലഭവനാണ്. ജർമ്മൻ മിഷണറിമാർ നടത്തുന്ന CMS, ക്രിസ്ത്യൻ മിഷൻ ചിൽഡ്രൻസ് ഹോം മിഷണറി സ്ഥാപനമാണത്. എന്റെ പിതാവ് മരിച്ചതുകൊണ്ട് എന്നെയും കൂടെ അവിടേക്ക്, സെമി ഓർഫൻ ആയതുകൊണ്ട് എന്നെയും അവിടേക്ക് പരിഗണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 7ാം ക്ലാസ്സിൽ എന്നെ തോൽപ്പിച്ചു. കാരണം 7ാം ക്ലാസ് മുതലേ അവിടെ എടുക്കത്തും. അപ്പൊ അങ്ങനെ എന്നെ തോൽപ്പിച്ച് തിരുവനന്തപുരത്ത് കണ്ണമ്പൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അമ്മയും എൻ്റെ ഉപ്പാപ്പനും കൂടെ കൊണ്ടുവന്ന് എന്നെ അവിടെ ആക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടുത്തെ സാഹചര്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഹരിപ്പാടുകാർ പറഞ്ഞത് ഇതാണ്, രാജേഷിനെ ദുർഗുണ പരിപാഠശാലയിലേക്ക് വിട്ടിരിക്കുകയാണ് അവനെ മെരുക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഈ ചട്ടമിത്തരം കാണിക്കുന്നവരെയൊക്കെ ദുർഗുണ പരിപാഠശാലയിലേക്ക് തിരുവനന്തപുരത്ത് അയക്കുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊരു ശ്രുതി ഉണ്ടായി. ഏതായാലും ഞാൻ ആദ്യത്തെ വർഷം പഠിച്ചവിടെ, 2ാമത്തെ വർഷം ആയപ്പോൾ അവിടെ വീണ്ടും വലിയ പ്രശ്നമായി. ഞാൻ അവിടുത്തെ വലിയൊരു ഗ്യാങ് ലീഡറായി. എങ്കിലും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. സ്കൂള് പേട്ട എന്ന് പറഞ്ഞ BHS സ്കൂളിൽ പോയി പഠിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ വെച്ചാണ് എനിക്ക് ചെറിയ പാട്ടുകളൊക്കെ പഠിക്കുവാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയത്. സൺഡേ സ്കൂള് പഠിക്കുവാനുള്ള വലിയ അവസരം ലഭിച്ചത്. BBS, ആദ്യം മർത്തോമ ചർച്ചിലെ BBS, അത് കഴിഞ്ഞ് CSI ചർച്ചിലെ BBS. യേശുവിനെ നോക്കുക, കുഞ്ഞാടെ വീക്ഷിക്കുക, രക്ഷിപ്പാൻ നിന്നെ അവൻ മാത്രം ശക്തൻ, യേശുവെ നോക്കുക എന്നുള്ള ഈ പാട്ടുകളൊക്കെ ചെറുപ്രായത്തിലാണ് പഠിക്കുന്നത്. സ്വർഗ ജൈസ സുന്ദർ ജഗ മേരാ ഈസു രഹത്താ വഹ പാപ് നഹി വഹ താപ് നഹി വഹ ഭൂക്ക് നഹി വഹ പ്യാസ് നഹി. അപ്പൊ ഈ പാട്ടൊക്കെ ഉറക്കത്തിൽ നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ കുറെ ചെറിയ കോറസുകൾ വന്ന് പഠിപ്പിക്കുന്ന മാത്യു സാറിനെ പോലുള്ള ചിൽഡ്രൻ മിനിസ്ട്രി ചെയ്യുന്ന ദേവദാസന്മാർ അക്കോഡിയൊക്കെ ആയിട്ട് വന്ന് വായിച്ച് നല്ല സ്റ്റോറിയും, അതുപോലെ തന്നെ കണ്ണമൂല CSI സെമിനാരിക്ക് അടുത്തുള്ള റോയ് ചായൻ ഒക്കെ, ഇന്ന് അദ്ദേഹം CSI പള്ളിയിലെ പ്രീസ്റ്റാണ്, അവരൊക്കെ വന്ന് ഞങ്ങളെ സൺഡേ സ്കൂൾ എടുക്കുമായിരുന്നു. അപ്പൊ ഈ ചെറിയ പാട്ടുകൾ, ഈ ചെറിയ യേശുക്രിസ്തുവിന്റെ കഥകൾ എല്ലാം എൻ്റെ ആ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കയറിയത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും ദുഷ്ടതരം കൂടുതലായതുകൊണ്ട് അവിടെയും 9ാം ക്ലാസ്സിൽ വെച്ച് ഇൻകംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഹരിപ്പാട്ടെത്തി. അപ്പൊ എല്ലാരും പറഞ്ഞു, താണ്ടാ ഇവൻ ഒരിക്കലും ശരിയാൻ പോകുന്നില്ല, ശങ്കരൻ വീണ്ടും എന്താ പറഞ്ഞത് തെങ്ങെ തന്നെ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഇത് ശരിയാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് 2ാമത്തെ വർഷം അമ്മയോട് പറഞ്ഞു, അമ്മയെ അടുത്തുള്ള മർത്തോമ ചർച്ച് അകംകുടി ചർച്ചിൽ പോയി പള്ളിയിൽ പോണം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അമ്മ നേരെ പോയത് 1985-ലാണ്. നേരെ പായിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു ചെന്ന്, അപ്പൊ നമ്മുടെ ഏരിയയിൽ ഹരിപ്പാടെങ്കിലും പെന്തക്കോസ് ആരാധനയില്ല, പെന്തക്കോസുകാരില്ല. അവിടെ ചെന്ന് ആനാരി സഭയിൽ കൂടി പ്രാർത്ഥനയിൽ സംബന്ധിച്ച് അമ്മ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് പതുക്കെ പതുക്കെ നടന്നെടുത്തു. അപ്പോൾ അമ്മയുടെ കാതിലെ
കമ്മലുകൾ ഊരി സെറ്റും മുണ്ട് ഉടുക്കുന്നത് മാറി അമ്മയെ സാരിയൊക്കെ ഉടുപ്പിച്ചു. അമ്മയെ അങ്ങനെ ബൈബിളൊക്കെ പിടിച്ച് വീട്ടിൽ അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. വീട്ടിൽ കടന്നു വന്ന് ആനാരിയിൽ നിന്ന് പായ്പാട്ട് നിന്ന് ദൈവത്തിന്റെ ദാസന്മാർ ആദ്യമായിട്ട് കടന്നു വന്ന് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കാനിടയായി തീർന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇൻകംപ്ലീറ്റ് ആയി തിരിച്ചു വന്ന് വീണ്ടും ഹരിപ്പാട് BHS ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പൊ അമ്മ വലിയ പ്രാർത്ഥനയാണ്. ഞാനും അമ്മയും തമ്മിൽ വലിയൊരു പോരാട്ടമായിരുന്നു. നമുക്ക് പ്രാർത്ഥന വേണ്ട, അമ്മ പറഞ്ഞ് പ്രാർത്ഥന വേണം. അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ അങ്ങനെ വീട്ടിൽ നടക്കുകയാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അതുപോലെ തന്നെ TKM കോളേജിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചു. ഞാൻ അവിടെയുള്ള ഒരു ചെറിയൊരു മിമിക്രി ട്രൂപ്പിന് രൂപീകരണം കൊടുത്തു. അപ്പൊ അച്ഛന്റെ പേരുള്ളത് കൊണ്ട് പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ശ്രീനാരായണ ഗുരുസ്വാമി മന്ദിരങ്ങളിലും ഞങ്ങൾക്ക് പ്രോഗ്രാം ലഭിച്ചു. അന്നത്തെ ചെറുപ്പക്കാർ നടത്തുന്നത് പോലെ മിമിക്രി ആർട്ട് നടത്തി സിനിമയിലേക്ക് പതുക്കെ പതുക്കെ കയറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടെ ആയിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അമ്മ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഞാന് കംപ്ലീറ്റ് നടന്മാരുടെ ശബ്ദം അനുകരിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നീ ഒരു ദൈവദാസനായി മാറും. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു അഭിനയ നേതാവായി മാറും, ഞാൻ സിനിമയിൽ കയറും, വലിയ പൈസ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ ആ രീതിയിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും തമ്മിൽ ഈ പ്രശ്നത്തിന് ഭയങ്കര വടംവലിയാണ്. അത് മാത്രമല്ല, അമ്മ ചെയ്ത ഒരു കാര്യം, ഞാൻ ഉറങ്ങുന്ന സമയം വെളുപ്പിനെ കടന്നു വന്ന് വിശുദ്ധ വേദപുസ്തകം എടുത്ത് അതിലെ പല ഭാഗങ്ങൾ വളരെ ഉച്ചത്തോടുകൂടെ വായിക്കുമായിരുന്നു എൻ്റെ അമ്മ. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരോടുകൂടെ രാത്രിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കടന്നു വരുന്നത് വളരെ ലേറ്റായിട്ടാണ്, 2 മണി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വെളുപ്പിനെയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ കട്ടിലില് അല്ലെങ്കിൽ കട്ടിലിന് താഴെ മുട്ട് കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയാണ് ഞാൻ രാത്രിയിൽ കാണാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. ആ പ്രാർത്ഥന ഒരിക്കലും നിഷ്ഫലമായി പോകത്തില്ല പ്രിയരെ. ഹല്ലേലൂയ. അങ്ങനെ ഞാന് പ്രീഡിഗ്രിക്ക് 2nd ഇയർ TKM കോളേജില് അവിടെ വെച്ച വലിയ പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ട്. ഓരോന്നോരോന്ന് പറഞ്ഞാൽ സമയം നമുക്ക് ലഭിക്കില്ല. അങ്ങനെ അവസാനം കോളേജിൽ TKM കോളേജിൽ ICPFന്റെ പ്രവർത്തനവുമായിട്ട് ഡോക്ടർ മുരളീധരൻ സാർ വരികയും ആ ഒരു മീറ്റിംഗിൽ ഞാൻ രാത്രിയിൽ ഒരു ഭവനാങ്കണത്തിൽ വെച്ച് നടത്തിയ ആ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ എന്നോട് അവര് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഞാൻ അവിടെ നിൽക്കുകയും അദ്ദേഹം പറഞ്ഞ ആ വചനം എന്റെ ജീവിതത്തിൽ അത് പെനിട്രേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ 1992 എനിക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പൻ മരിച്ചത് കൊണ്ട് ചെറുപ്പത്തിലെ മദ്യപാനം, സിഗരറ്റ്, സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ കുട്ടികളെ എല്ലാം പഠിപ്പിക്കുന്നത് ഞാനാ. അതുകൊണ്ട് ആൾക്കാർ പറയും, രാജേഷിന്റെ കൂടെ പോകരുത്, അവൻ കുഞ്ഞുങ്ങളെ നശിപ്പിക്കും, അതുകൊണ്ട് അവന്റെ കൂടെ വിടരുതേ എന്ന് ഒരു ചൊല്ലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, 1992 ഈ വിശുദ്ധ വേദപുസ്തകം എടുത്തതോടെ എന്റെ ജീവിതത്തിലുള്ള എല്ലാ പാഴ് സ്വഭാവങ്ങളും മാറുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വചനം വായിക്കാൻ തുടങ്ങി. എന്റെ വാക്കുകളുടെ ആക്സെന്റുകൾ മാറി. ദൈവത്തിന് സ്തോത്രം. എന്നെ പല പ്രാവശ്യം എന്താ പറയുന്നത്, ഫിൽത്തി ലാംഗ്വേജുകൾ മാത്രം സംസാരിക്കുന്ന എന്റെ ജീവിതത്തിൽ കർത്താവ് എന്റെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ വ്യത്യാസമുണ്ടായി. എന്നിൽ വീണ് കിടന്ന വചനം, അതിന്മേലിൽ കിടന്ന സാത്താനിയ കട്ടകൾ, ദൈവവചനം കേട്ടപ്പോൾ അമ്മയുടെ പ്രാർത്ഥന, ചർച്ചിന്റെ പ്രാർത്ഥന, ദൈവമക്കളുടെ പ്രാർത്ഥന, വീട്ടിൽ നടന്ന ഉപവാസ പ്രാർത്ഥനകൾ, ഇതെല്ലാം കൂടെ പ്രൈസലോട് എന്റെ മുകളിൽ വീണ് എന്നെ നശിപ്പിക്കുവാൻ കിടന്ന കട്ടകൾ ഉടഞ്ഞ് വചനം കിളിർക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവിടെ തന്നെ IPCയുടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. 1990 കൊല്ലത്ത് നിന്ന്, പെരുന്നാട് നിന്ന് ഒരു കർത്താവിന്റെ ദാസൻ, ബാബു D എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് ഒരു വാടക കെട്ടിടത്തിൽ അവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരാധന നടത്തിയിരുന്നു. അമ്മ 90കളിൽ അവിടെ ചെന്ന് പ്രാർത്ഥന ആരംഭിച്ചു. പ്രിയരെ, ഈ ദൈവദാസൻ എന്നെ പല പ്രാവശ്യം കാണാൻ കടന്നു വരുന്നെങ്കിലും അദ്ദേഹത്തിന് ഞാൻ പിടികൊടുത്തില്ല. എന്നാൽ അവസാനം സുവിശേഷത്താൽ ദൈവം എന്നെ പിടിച്ചു. ഞാൻ അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. എന്നെ അദ്ദേഹം കൊണ്ടുവന്ന് എല്ലാ
സ്ട്രീറ്റിലെയും എല്ലാ തെരുവുകളുടെയും ജംഗ്ഷനുകളുടെയും നിർത്തി സാക്ഷ്യം പ്രസംഗിപ്പിക്കുവാൻ അദ്ദേഹം തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അത് കാരണം മൊത്തം ഹൈന്ദവരായതുകൊണ്ട് എന്നെ കാണുന്നവർക്ക് പേടിയാണ്. കാരണം ഞാൻ ഉണ്ടെങ്കിൽ ആരും കയറി അറ്റാക്ക് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം. ആൾക്കാർ പറഞ്ഞു, നടന്ന ചട്ടമ്പിരാശം നിൽക്കുന്നത്, ഇവൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ഇവന് രക്ഷിക്കപ്പെടാൻ പറ്റുമോ? ഇവനൊരു ദൈവദാസനാകാൻ പറ്റുമോ? ആൾക്കാരിങ്ങനെ മൂക്കത്ത് വിരലും വെച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്റെ ആകൃതിയും എന്റെ ആ അപ്പിയറൻസ് ഒക്കെ വളരെ വ്യത്യാസമായിരുന്നു. ഭയങ്കര തടിയും ഭയങ്കര ജിംനേഷ്യത്തിലേക്ക് കടന്നുപോയി. വളരെ കട്ടയാനായിട്ടുള്ള ഒരു ശരീരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, ആ കർത്താവിന്റെ ദാസൻ എന്നെ പരുവപ്പെടുത്തിയെടുത്തു. കർത്താവിന്റെ ദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ എം. വി. വർഗീസ് അപ്പച്ചൻ, അദ്ദേഹം എന്നെ പമ്പയാറ്റിൽ സ്നാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മാങ്ങാനം ജോസഫ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ IPC ചെന്നിത്തലയില് അന്നത്തെ രാത്രി യോഗങ്ങളിൽ കടന്നു വന്ന് അഭിഷേകം പ്രാപിക്കുവാനുള്ള മീറ്റിംഗുകൾ നടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, ഒരു അഭിഷക്തൻ ചെന്നിത്തലയിൽ വന്നിട്ടുണ്ട്, നീ ഇവിടുന്ന് ഹരിപ്പാട് നിന്ന് സൈക്കിൾ ചവിട്ടി ചെല്ലേ. ഞാൻ മനസ്സോടെ അവിടെ ചെന്നു. അന്ന് രാത്രിയിൽ ഇരുന്ന ആ മീറ്റിംഗില് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 1 വർഷമേ ആയുള്ളൂ. സ്നാനപ്പെട്ടിട്ട് 1 വർഷമേ ആയുള്ളൂ. എനിക്ക് ഈ ആത്മീയ അഭിഷേകം നീ തന്നാൽ ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി കൂടുതൽ ഞാൻ പ്രയോജനപ്പെടാം എന്ന് പ്രാർത്ഥിക്കവേ പുൽപ്പിറ്റിൽ നിന്ന് അഭിഷക്തൻ പെട്ടെന്ന് തന്നെ ഓടി അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ പ്രേരണ മുഖാന്തരം ഏറ്റവും പുറയിലിരിക്കുന്ന എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അഭിഷേകത്തിന്റെ ഒരു വലിയ ശക്തി എന്റെ മേൽ വ്യാപരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ അവിടെ 2-3 പുതിയ വാക്കുകൾ, പുതിയ ഭാഷകൾ എന്റെ നാവിൽ തന്നു. ആരാധിച്ച സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ പുൽപ്പിറ്റിന്റെ ഫ്രണ്ടിലുണ്ട് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അത്രയ്ക്ക് ശക്തിയിൽ ദൈവം എന്നെ നിറയ്ക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അനേക ദൈവദാസന്മാർ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, കർത്താവിന്റെ വേലയാണ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി റെഡിയാകണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. കർത്താവ് എനിക്ക് എന്തെങ്കിലും ഒരു തെളിവും കൂടെ തരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ഒരു വലിയ ദർശനം കണ്ടു. കർത്താവിന്റെ 2ാമത്തെ വരവും പാസ്റ്റർ എം. വി. വർഗീസ് അപ്പച്ചന്റെയും അതുപോലുള്ള അഭിഷക്തന്മാരോട് കൂടെ ചേർന്ന് വയലേലകളിൽ വചനം വിതയ്ക്കുന്ന ആ ദർശനം എനിക്ക് ദൈവം കർത്താവ് കാണിച്ചു. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം അമ്മയ്ക്ക് വലിയൊരു അസുഖം വരികയും ആ അസുഖത്തിൽ നിന്ന് പരിപൂർണമായ വിടുതൽ കർത്താവെ നീ കൊടുത്താൽ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ പൊക്കൊള്ളാം, ഇനി ഞാൻ അങ്ങയെ പരീക്ഷിക്കത്തില്ല എന്ന് പറയുവാനും ഇടയായി തീർന്നു. അന്ന് രാത്രിയിൽ വലിയൊരു തേജോമയമായ ഒരു പ്രകാശം ഞങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വന്ന് എന്റെ അമ്മയെ സൗഖ്യമാക്കിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ കർത്താവിനെ വിശ്വസിക്കുവാനും ഈ വചനം എടുത്തുകൊണ്ട് കർത്താവിന്റെ വചനം പഠിക്കുവാനും ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചു. അങ്ങനെ 1993 ദൈവത്തിന്റെ സ്തോത്രം ഞാൻ കുമ്പനാട് കടന്നു വന്നു. ദൈവത്തിന്റെ സ്തോത്രം. കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഞാന് അറിയാമല്ലോ, കാരണം TKM കോളേജിലൊക്കെ നല്ല ഈ എന്താ പറയുന്നത്, ഇഡ്ഡലിയൊക്കെ തീറ്റി മത്സരത്തിൽ 57 ഇഡ്ഡലിയൊക്കെ തിന്ന വ്യക്തിയാ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോ ദൈവത്തിന് സ്തോത്രം, ഈ കഞ്ഞിക്കകത്ത് വറ്റില്ല. വലിയ പാടാണ്, വളരെ കഷ്ടമാണെന്ന് ബൈബിൾ കോളേജൊക്കെ നടന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവിടെ പട്ടിണി കിടക്കാനാണോ എന്നെ നീ കൊണ്ടുവന്നത്? എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് തിരിച്ചു പോകാം എന്ന് വിചാരിച്ചപ്പോൾ പാസ്റ്റർ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ TS അബ്രഹാം, അതുപോലെ തന്നെ വത്സചായൻ അല്ലെങ്കിൽ പാസ്റ്റർ വത്സൻ അബ്രഹാം, അവര് ഞങ്ങൾക്ക് കോളേജിൽ പ്രത്യേകമായിട്ട് ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഉദ്യോഗം തന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങോട്ട് മാസം ഒരു പോക്കറ്റ് മണി ലഭിക്കത്തക്ക രീതിയിൽ ദൈവത്തിന് സ്തോത്രം അവിടെ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടെ നമ്മളെ സഹായിച്ചു. അത് മാത്രമല്ല, ബംഗ്ലാവിൽ നിന്നുള്ള നല്ല ഭക്ഷണം ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ പാസ്റ്റർ TS അബ്രഹാമിനെയും മമ്മിയെയും അതുപോലെ പ്രൈസ് ദി ലോർഡ് അവരെയൊക്കെ സേവിക്കുവാനും അവരുടെ ഏറ്റവും കണ്ണിലുണ്ണിയായി മാറുവാനും ദൈവം അടിയനെ ഇടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഡോളർ ലഭിച്ചു സായിപ്പന്മാർ വരുമ്പോൾ അവരെ സ്വീകരിക്കുക, അവരെ കൊണ്ടുവിടുക, കൊമ്പനാട് കൺവെൻഷന് വേണ്ട അറേഞ്ച്മെന്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ പാസ്റ്റർ TS അബ്രഹാമിന്റെ ഒഫീഷ്യലായിട്ടുള്ള വർക്കുകളിൽ ഇടപെടുക. ഈ കാര്യങ്ങൾ വ്യാപൃതരായി ദൈവവചനവും പഠിക്കുക. ഇങ്ങനെ മുൻപോട്ട് പോകവേ
ദൈവത്തിന് സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട അനേക പിതാമഹന്മാർ ഇന്ന് നിത്യതയിൽ മുണ്ടിയപ്പള്ളി അപ്പച്ചൻ, അതുപോലെ തന്നെ VT അപ്പച്ചൻ, അതുപോലെ തന്നെ ഉമ്മച്ചൻ അപ്പച്ചൻ, അതുപോലെ തന്നെ ഇങ്ങനെ ഇത്യാദി KC ചെറിയൻ പാസ്റ്റർ, അതുപോലെ ഇത്യാദി ദേവദാസന്മാരെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യവും ദൈവം അവിടുന്ന് ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 വർഷം പഠിച്ചു കഴിയുമ്പോൾ കുമ്പനാട്ട് തന്നെ കാരണം TS അബ്രഹാമിന്റെ അടുത്ത ആളാണല്ലോ, അതുകൊണ്ട് നമുക്ക് സഭ ലഭിക്കും. അതുപോലെ തന്നെ വലിയ സഭാചാർച്ചിലേക്ക് മാറണം, പൈസയൊക്കെ ഒപ്പിക്കണം, വലിയ ഒരു സെൻട്രൽ പാസ്റ്റർ ആകണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇനി മുമ്പോട്ടുള്ള കരുക്കൾ നമ്മൾ തന്നെ ചിന്തിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാനും പാസ്റ്റർ ഷാജിയപ്പോൾ പൗർവിഷനിൽ പ്രസംഗിക്കുന്ന ദേവദാസന് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് 3 വർഷം. അതുപോലെ തന്നെ ഞങ്ങൾ ബംഗ്ലാവിലെ പ്രൈസ് ദി ലോർഡ് സ്റ്റാഫ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ വിശ്വസ്തരും സ്നേഹിതന്മാരുമാണ്. ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് കോഴഞ്ചേരി IPC പെരിയർ സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്റർമാരാക്കി ഞങ്ങളെ പാസ്റ്റർ TS അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഞങ്ങൾ 5 സ്ഥലങ്ങളിൽ പുതിയ ഒരു കുടിവരവില് ഞങ്ങൾ പോയി പ്രസംഗിക്കുകയും അവിടെയുള്ള ദൈവമക്കളെ സഹായിക്കുകയും കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ വ്യാപൃതരായി തീരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കവെയാണ് കുമ്പനാട് ജനറൽ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. പാസ്റ്റർ ജേക്കബ് ജോൺ ചായനും അതുപോലെ ടീമും കടന്നു വന്ന് ഹെബ്രോൻ ചാപ്പലിനകത്ത് ആരാധന നടത്തുമായിരുന്നു. ആ ആരാധനയിൽ ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥനയിൽ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സംബന്ധിക്കുമ്പോൾ എനിക്ക് എന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു പ്രവചന ശബ്ദം എന്റെ പ്രാർത്ഥനയുടെ മുകളിൽ വീഴുകയാണ്. ആ ശബ്ദത്തിന്റെ ഉടമ ഇപ്പോൾ പ്രാർത്ഥിച്ച വ്യക്തി ഇവിടെ നിന്ന് 3 മാസം കഴിയുമ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയിക്കോളും, നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവചനം കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം ചെന്ന് പപ്പയോടും, ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്ന പപ്പയോടും മമ്മിയോടും ഞങ്ങൾ പറഞ്ഞു, പശ്ചിമനായോടും മമ്മിയോടും. അപ്പോൾ മമ്മി പറഞ്ഞു, വേണ്ട, നീ പോകണ്ട, അഥവാ നിനക്ക് പോകണമെങ്കിൽ സെക്കൻഡറിവാദിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്, ചർച്ച ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിനക്ക് മടുക്കുവാണെങ്കിൽ കുമ്പനാട്ടേക്ക് വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെയല്ല മമ്മി പോന്നേ, ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാണ് പോന്നതെന്ന് പറഞ്ഞു. എന്നെ ഇങ്ങനെ നോക്കി മമ്മി, നിനക്കെന്താ, നീ എന്തോ ഈ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, കർത്താവിനോട് പറഞ്ഞൊരു പുതിയ സ്ഥലം തരുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആഫ്രിക്കൻ മിഷണറി ആയിരിക്കുന്ന സാജു മാത്യു എന്ന് പറഞ്ഞ സായിച്ചായനെ ദൈവം പരിചയപ്പെടുത്തി തന്നു. കുറിയന്നൂരിൽ കടന്നു ചെന്ന് അവരുടെ ആ മീറ്റിംഗിൽ അന്ന് ശിഷ്യത്വം എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു വിളിയാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം കുമ്പനാട്ട് നമുക്കറിയാമല്ലോ, ഒരു കരിയില പൊക്കിയാൽ 25 പാസ്റ്റർമാർ ആ കരിയിലയുടെ അടിയിലുണ്ട്. പരസ്പരം കൂട്ടിമുട്ടിയിട്ടാണ് പാസ്റ്റർമാർ നടക്കുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ വയലേലകളിൽ കിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിച്ചാൽ ഒരിക്കലും ഒരു ദൈവദാസനെയോ ഒരു സഭയോ കാണത്തില്ല. അവിടെ കടന്നുപോയി കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുതേ, അതിന് ആരുണ്ട് എന്നുള്ള ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ 1996 ഹെബ്രോനിൽ നിന്ന് പാസ്റ്റർ TS അബ്രഹാം മനസ്സില്ലാ മനസ്സോടെ പ്രാർത്ഥിച്ച് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് അയച്ചു. കാരണം അദ്ദേഹം എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു പിതാമഹനാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സായിച്ചാന്റെ കൂടെ ഞാൻ ദമോഹ് എന്ന് പറയുന്ന മധ്യപ്രദേശിലാണ് ആദ്യമായിട്ട് ചെല്ലുന്നത്. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ പ്രവർത്തന മേഖലയെല്ലാം വളരെ കുഗ്രാമങ്ങളിലാണ്. ഒറ്റ ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഗ്രാമങ്ങൾ ഞാൻ അന്ന് കണ്ടു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു വീട്ടുകാർ ചോദിച്ചു, സബ്ജിയാണോ ഏതെങ്കിലും പച്ചക്കറിയാണോ എന്ന് ചോദിച്ചു. മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഇവിടുന്ന് വീട് മാറി പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങള് ICPFന്റെ ഏഞ്ചലോസ് എന്ന് പറഞ്ഞ ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം കൊണ്ടുവന്ന് ഗ്രാമാന്തരങ്ങളിൽ ബുന്ദേൽഖണ്ഡ് എന്ന് പറഞ്ഞ ഒരു ഭാഷ ആണ് അവിടെ സംസാരിക്കുന്നത്. ബുന്ദേൽഖണ്ഡ് ഭാഷയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഗ്രാമങ്ങളിൽ രാത്രിയിൽ ജീസസ് ഫിലിം നടത്തുവാനും സുവിശേഷീകരണം നടത്തുവാനും ഉള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര ഭാഗ്യകരമായ, എവിടെ കിടന്നതാ, എവിടെ ജനിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും പറഞ്ഞു, ഇവൻ ഭാവിയിൽ ഇവനെ എന്താ പറഞ്ഞത്, ഒന്നീ കണ്ണൂരോ അല്ലെങ്കിൽ പൂജപ്പുരയിലോ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാര് ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം എടുത്തു കഴിഞ്ഞപ്പോൾ അവർ വിരല് മൂക്കത്ത് വെക്കുവാൻ ഇടയായി തീർന്നു. അത് നമ്മുടെ ദൈവമാ
ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നീ തകരും, നീ ജയിക്കുകയില്ല, നീ പരാജയപ്പെടും, നീ ഇല്ലാതാകും. എന്ന് പറയുന്ന ശാപവചനങ്ങൾക്ക് മുൻപിൽ ഈ വിശുദ്ധ വേദപുസ്തകം എടുക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവരൊരിക്കലും നശിച്ചിട്ടില്ല, അവരൊരിക്കലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രിയരെ, എന്റെ ജീവിതം ദൈവം മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ചട്ടമ്പി എന്ന് പറയുന്ന ആ പേരിനെ മാറ്റി ഒരു ദൈവദാസൻ എന്ന പേരിനെ അർഹനാക്കി തീർക്കുവാൻ വിശുദ്ധ വേദപുസ്തകവും എന്റെ കർത്താവ് ഞങ്ങളെ ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വീണ്ടും ഞാൻ COTR വിശാഖപട്ടണത്ത് പഠിക്കുവാനായിട്ട് കടന്നു വന്നു. BTH കുമ്പനാട്ട് മലയാളം മീഡിയമാണ് എടുത്തത്. കാരണം പാസ്റ്റർ MV വർഷപ്പച്ചന്റെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് വന്നുകൊണ്ട് ബൈബിളിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പഠിച്ചാൽ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് മഹാന്മാർ എടുക്കുന്ന ക്ലാസ്സുകൾ മലയാളമാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞ് എന്നെ അവിടെ അത് പഠിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ ബിബിലി പട്ടണം വിശാഖപട്ടണത്തുള്ള അവിടെ ഞാൻ ചേർന്ന് ജോയിൻ ചെയ്ത് പഠിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, പ്രൈസലോട് അവിടെയും പലവിധമാകുന്ന കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആ കഷ്ടത്തിലും സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് പഠിച്ച് ആ കോഴ്സ് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, എവിടാ പോകണ്ടേ, വലിയ സഭ, പ്രൈസ് ദി ലോർഡ്, വലിയ ചർച്ച്, അമേരിക്കക്കാരുള്ളവര്, വീണ്ടും നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ പോകാം. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കർത്താവേ, ഇന്ത്യയിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സ്റ്റേറ്റിലേക്ക് എന്നെ അയക്കണം, ഏറ്റവും ദാരിദ്ര്യമായ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്റ്റേറ്റിലേക്ക് എന്നെ അയക്കണം, കൂടുതൽ കഷ്ടപ്പെടാൻ ഒരു ഭാഗ്യം തരണം. കാരണം ഞാൻ സുവിശേഷ വേല നമ്മൾ കഷ്ടം അനുഭവിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വേണം. ഞാൻ ചോദിച്ചു മേടിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഞാൻ നിനക്ക് കഷ്ടം തന്നിരിക്കുകയാണ്, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒറീസയിലേക്ക് വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒറീസയിൽ 1997 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഒറീസയിൽ എത്തുകയാണ്. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ബാച്ചിലറായിട്ട് ഞാൻ ഒറീസയിൽ എത്തുന്നു. ഒറിയ ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ കടന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ട്രാക്റ്റുകൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1998 പാലക്കാട്ട് നിന്ന് കാത്തലിക്സ് കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ജിജിയെ ഞാൻ വിവാഹം കഴിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം തൃശ്ശൂരിൽ വെച്ച്, അമ്മ വീട് തൃശ്ശൂരിലായതുകൊണ്ട് ജിജിയുടെ അവിടെ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ ദാനിയേൽ അയിരൂർ കർത്താവിന്റെ ദാസനെ അത് ബ്ലെസ്സിങ് ചെയ്ത് നടത്തി തരുന്നത്. അങ്ങനെ ഞങ്ങള് വീണ്ടും സന്തോഷത്തോടു കൂടെ തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ കഷ്ടങ്ങളും, ഇവിടെ ഒറ്റ ക്രൈസ്തവരില്ല ഈ ഏരിയയിൽ. എന്നാൽ പടിഞ്ഞാറൻ ഏരിയയിൽ ഒത്തിരി ആദിവാസി, കന്തമാളം എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ ഒത്തിരി ആദിവാസികളുണ്ട്. അവിടാണ് പാസ്റ്റർമാരെല്ലാം പോകുന്നത്. നമ്മുടെ തിരുവല്ല, കുമ്പനാടെന്ന് പറയുന്ന പോലെ. അവിടെ വലിയ കഷ്ടമൊന്നുമില്ല, എല്ലാവരും ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ അവരില്ലാത്ത അനേക സ്റ്റേറ്റുകളുണ്ട്, അങ്ങോട്ടൊന്നും ആരും പോകുന്നില്ല. അതാണ് പ്രശ്നം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതം ഇവിടെ മഹാന്മാരായ പ്രൈസ് ദി ലോർഡ് വില്യം കേരി, അതുപോലെ തന്നെ ഒത്തിരി മിഷണറിമാർ കടന്നു വന്ന് ഒത്തിരി അധ്വാനിച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾ തിരഞ്ഞെടുത്തു ബ്രഹ്മപൂരില് ഒറ്റ ക്രൈസ്തവരില്ല, ഉള്ളവരെ ഒന്നും ആർക്കും അറിയത്തുമില്ല, ഒരു ക്രിസ്ത്യൻ പേര് പോലും ഇല്ല. സുശാന്ത ചിത്ത സാഹു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ ഒന്നും നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ദൈവത്തിന്റെ മക്കളാണെന്ന്. ഇവിടെ നമുക്ക് ആരെയും മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജിജി എന്നോട് ചോദിച്ചു, അച്ഛൻ ഇതേ കണ്ടെത്തിയുള്ളോ ഒറീസ മാത്രം, നമുക്ക് തിരിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാനും വിചാരിച്ചു, ദൈവമേ, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് പട്ടിണിക്ക് എങ്ങനെ കിടത്തുന്നേ, കഷ്ടങ്ങളും വേദനകളും, ഭയങ്കര വാടക, അതുപോലെ തന്നെ പൈസയില്ല, 5 പൈസയില്ല, ആരും സഹായിക്കാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിയരെ, വാടക കൊടുക്കുവാൻ പല പ്രാവശ്യം ഹൗസ് ഓണർ വന്നിട്ട് ഞങ്ങള് പല പ്രാവശ്യം ഒളിച്ചിരുന്നിട്ടുണ്ട്, വാടക കൊടുക്കാനില്ലാതെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാൻ സ്കൂളിൽ ഇല്ലാഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് വിട്ട സംഭവങ്ങൾ അനേകമുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഗിഡയൻസ് ബൈബിൾ കൊണ്ടുവന്ന് വിൽക്കരുതെന്നാ പറഞ്ഞത്. പക്ഷേ കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ, ഞാൻ ആ ബൈബിൾ ഞങ്ങളുടെ വിശപ്പ് കാരണം 50 രൂപയുടെ ബൈബിൾ 10 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് അനേക സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം, ഞാൻ ചോദിച്ചല്ലോ, ഞാൻ കർത്താവിനോട് ചോദിച്ചു, നീ കഷ്ടം തരണമേ. കർത്താവിനോട് നിനക്ക് കഷ്ടം തരാം, പ്രൈസ് ദി ലോർഡ്, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഓരോരോ പ്രശ്നങ്ങൾ, ഭയങ്കര വിടുതലാണ് ഇവിടെ നടക്കുന്നത്. പൈസ കയ്യിലില്ല,
ഭൂതങ്ങൾ അലറി ഓടുന്നു. ആമേ പ്രൈസ്, ബന്ധനങ്ങൾ അടിയുന്നു, രോഗങ്ങൾ സൗഖ്യമാകുന്നു, ഭയങ്കര വിടുതൽ. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഭയങ്കര വിടുതല. അപ്പൊ പിന്നെ നമ്മൾ പൈസയുടെ പുറകെ ഓടുക. ഹല്ലേലൂയ. ആമേ വലിയ സന്തോഷം, ആത്മസന്തോഷം. ആമേ അനേക സ്ഥലങ്ങളിൽ പോവുകയാണ്, കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും വിചാരിച്ചു വന്നാല് തിരിച്ച് നമുക്ക് കേരളത്തിൽ പോകാം. പാസ്റ്റർ ടി എസ് അബ്രഹാം ഒരു വാക്ക് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. നിനക്ക് എന്തെങ്കിലും കുറവോ പ്രശ്നമോ വന്നാൽ ആമേ ഹെബ്രോനിലെ വാതിൽ നിനക്ക് വേണ്ടി ഞാൻ തുറന്നു വെച്ചിരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, ഏലിയാവിന്റെ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ദൈവം, സ്വത്രം. ആമേ ഏലിയാവിന്റെ പുറകെ ആമേ പ്രൈസ് ലോർഡ് കാക്ക പോയത്. ഏലിയാവ് കാക്കയുടെ പുറകെയല്ല പോയത്. ഹല്ലേലൂയ. ഈ ഒരു ആത്മീക മനുഷ്യനാണെങ്കിൽ ആമേ ഡോക്ടർ പോൾ പിള്ളയുടെ ഒരു പുസ്തകമുണ്ട്, ദ മാൻ ഓഫ് എലിജ. ഇഫ് യു ആർ എ ഗോഡ് സർവന്റ്, ഇഫ് യു ആർ എ ഗോഡ് ആമേ പ്രൊഫറ്റ്, ദ ക്രോ വിൽ ഫോളോ യു. ആമേ യു കനോട്ട് ആമേ റൺ ബിഹൈൻഡ് ദ ക്രോ. ഹല്ലേലൂയ. നീ കാക്കയുടെ പുറകെ പോകണ്ട. അഭിഷക്തരെ, നീ ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ, നീ കർത്താവിന് വേണ്ടി ആരും അറിയാത്ത സ്ഥലങ്ങളിൽ പോയാൽ, നീ നിന്ദ വഹിച്ചാൽ, നീ ഭാരങ്ങൾ ആമേ കർത്താവിന് വേണ്ടി ഏറ്റെടുത്താൽ, നിന്നെ സഹായിക്കുവാൻ ഞാൻ ആളെ അയക്കും, അഭിഷേകങ്ങളെ അയക്കും, കാക്കകളെ അയക്കും, അനേക അനുഗ്രഹങ്ങളെ ഞാൻ നിനക്ക് അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2010 വരെ ഒരു ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്റെ മകൻ, ആമേൻ, എനിക്ക് 3 മക്കളാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ മൂത്ത മകന്റെ പേര് ഗ്രഹാം സ്റ്റെയിൻസ് എന്നാണ് പേര്. രണ്ടാമത്തെ മോന്റെ പേര് ആമേൻ സ്റ്റീവ്. നടുക്കത്തെ മോടെ പേര് സ്റ്റെഫി എന്നാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ 1999 ജനുവരി 23-ാം തീയതി മനോഹർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആമേൻ കുഷ്ഠരോഗികളെ ചികിത്സിച്ച് അവരുടെ വാഗണറിൽ കിടന്നുറങ്ങിയ ആമേൻ പ്രൈസ് ഫിലിപ്പ് തിമോത്തി ആമേൻ സ്റ്റെയിൻസിനെ ആമേൻ മിഷണറിയെ അവർ ചുട്ടുകൊന്ന കാര്യം നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അതാണ് എന്നെ ഒറീസയിൽ പിടിച്ചു നിർത്തിയത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ നാട്ടിലെ ആമേൻ ഏതെങ്കിലും ഒരു വലിയ സഭയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സഭയിലോ കർത്താവിന്റെ വേലക്കാരനായിട്ട് കണ്ടേനമായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ താമസിക്കുന്ന ആന്ധ്ര ബോർഡർ, അവർ താമസിക്കുന്നത് ബംഗാൾ ആമേൻ പ്രൈസ് ദി ലോർഡ് സ്റ്റേറ്റിന്റെ ബോർഡറാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആമേൻ ഹല്ലേലൂയ, ഞാനും ആമേൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയ ദൈവദാസൻ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് കട്ടക്കിൽ ഇറങ്ങി. കട്ടക്കിൽ നിന്ന് ബസ് മാർഗം ആമേൻ മയൂർഭഞ്ചിലേക്ക് പോയി. ആമേൻ അവിടെ ബാരിപ്പത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആന്റിയും പ്രൈസ് ദി ലോർഡ് ഇവര് മിഷണറി കുടുംബം താമസിച്ചത്. ഞങ്ങൾ അവിടെ ചെന്നു, ആന്റിയെ കണ്ടു. അവർ ഇന്റർവ്യൂവിന് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയിൽ ആന്റിയുമായിട്ട് സഹകരിക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ മുമ്പിൽ ആന്റി പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. ആമേ പേർ വിളിക്കുന്ന നേരം കാണുമെന്ന പേര് ആമേ ഫിലിപ്പിന്റെ തിമോത്തിയുടെ ആ ദിവസങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് സോങ് ആയിരുന്നു. ആ പാട്ട് ഞങ്ങൾ പാടിയപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ആ മഹതിയായ ആ മിഷണറി വനിത ആമേ പ്രൈസ് ദി ലോർഡ് കണ്ണുകൾ ആമേ നിറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കരയുന്നത് ഞങ്ങൾ കണ്ടു. ആമേ പ്രൈസ് ദി ലോർഡ്. മരിച്ചവരെ കുറിച്ച് എന്താണ് പ്രത്യാശ എന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു, ഞാൻ അവരെ പോയി കാണും, അന്ന് എന്റെ ദുഃഖമെല്ലാം മാറുമെന്ന് ആ ദൈവദാസി പറയുവാനിടയായി തീർന്നു. ആമേ ഉറിയൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അപരാധിമാനങ്കു ജിസു ഖമാദിയന്തു. യേശുവിനെ ആമേ പ്രൈസ് ദി ലോർഡ്, യേശുവെ ഇവരോട് ഇത് ചെയ്തവരോട് ഇത് ക്ഷമിക്കണമേ. ജീവിത ചരിത്രത്തിൽ ആർക്കും പറയുവാൻ സാധ്യമല്ല, ദൈവത്തിന്റെ മക്കൾക്ക് മാത്രം പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യം. ആ ആമേ പ്രൈസ് ദി ലോർഡ് മഹത് വനിത ഇപ്രകാരം പറഞ്ഞു, ആമേ ഇത് ചെയ്തവരോട് യേശു ക്ഷമിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ചെയ്ത ദാരാസിംഗിനോട് ആമേ അവസാനം ചെന്ന് കണ്ടിട്ട് ഒരു ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, ദാരാസിംഗ്, എനിക്ക് കേസില്ല, നിന്നോട് കർത്താവ് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഓസ്ട്രേലിയക്ക് യാത്രയായത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറയുവാൻ ആർക്ക് സാധിക്കും പ്രിയരെ? ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ സംസാരിക്കുവാൻ ആർക്ക് പറ്റും? ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ മിഷണറി വനിതയുടെ ആ അസന്നിഗ്ധമായ ആ വാക്കുകൾ, അവരുടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രക്തസാക്ഷിത്വ മരണം അവ അനേകരെ സ്പർശിച്ചതുപോലെ എന്റെ ജീവിതത്തിലും അത് സ്പർശനം ഉളവാക്കി. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടു തിരിച്ചു കടന്നു വരുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ആമേൻ പ്രൈസ് ദി ലോർഡ്, മകനെ, നീ ഒറീസ വിട്ടു പോകരുത്, ഒറീസയിൽ തന്നെ നീ നിൽക്കണം, ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്ന് ഒറീസക്കാരനായി മാറുന്നത്. ഹല്ലേലൂയ. വീണ്ടും ഒറിയ ഭാഷ പഠിക്കുകയും ആമേൻ അതിനകത്ത് പ്രസംഗിക്കുകയും ഞാനും ആമേൻ ജിജിയും ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാര്യ എന്നെ കാട്ടി നന്നായിട്ട് ഒറിയ സംസാരിക്കുന്ന ഒരു ആമേൻ ദൈവദാസിയാണ്. ആൾക്കാർ പറയും ആമേൻ ഞാൻ കേരളക്കാരനും എന്റെ ഭാര്യ ഒറിയക്കാരിയുമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് കാരണം അത്രയ്ക്ക് നല്ല ഒറിയ ആക്സെന്റ് ആണ് എന്റെ ഭാര്യയുടെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഒരു വർഷക്കാലം ആരോട് സംസാരിക്കാതെ ചിരിച്ചിരുന്നു എന്റെ ഭാര്യ. എന്നാൽ അവൾ ഒറിയ പ്രൈസ് ദി ലോർഡ് ഒറീസയിലെ ഞങ്ങളുടെ ഓർഫനേജിലെ കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കുന്നത് നോക്കി വായിച്ച് ആമേ ബൈബിള് ആമേ പഠിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ വേലയില് വളരെ ശക്തമായ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
ആമേ നിങ്ങൾക്ക് എന്തെങ്കിലും സമയം ലഭിക്കുവാണെങ്കിൽ ഒറീസയിലേക്ക് കടന്നു വരുവാൻ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അഭിഷക്തന്മാരെ. ഹല്ലേലൂയ. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്നേഹവും എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് റജി കോശി കർത്താവദാസൻ പറഞ്ഞതുപോലെ പ്രൈസലോട് നമ്മുടെ ഒരു സ്നേഹിതൻ അവിടെ ഷിക്കാഗോയിൽ നിന്ന് വയ്യാത്ത ഒരു അങ്കിൾ ഇവിടെ കടന്നു വരികയും ഇവിടുത്തെ അനേക മീറ്റിങ്ങുകൾ സംബന്ധിക്കുവാനും വലിയ വിടുതലുകൾ സംബന്ധിക്കുവാനും ഇവിടെയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വിടുതലിന്റെ ആരംഭങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കുന്നത് ഇവിടെയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇനിയും നമുക്ക് അനേക സഭകൾ സ്ഥാപിക്കുവാനുണ്ട്. അനേകരെ കർത്താവിന്റെ വചനവുമായിട്ട് മുൻപോട്ട് നമുക്ക് കടന്നു പോകുവാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഒരു നല്ലൊരു ചാനലാക്കി മാറ്റണമേ എന്ന് നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ദൈവം നമ്മളെ കരുതുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ താഴ്വരകളുണ്ട്. ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ആന്റിയെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞു, സോറി, എനിക്കൊരു മകൻ ജനിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സ്റ്റെയിൻസ് ഗ്രഹാമിന്റെ പേര് ഞാൻ ഇടുമെന്ന് പറഞ്ഞു. ആന്റിക്ക് വളരെ സന്തോഷമായി. എന്റെ ഭാര്യ അന്ന് 3 മാസം ക്യാരിങ് സ്റ്റേജ് ആയിരുന്നു. 5ാമത്തെ മാസമായപ്പോൾ 3ാം തവണ മഞ്ഞപ്പിത്തം ബാധിച്ചു ശിശുവിനെയും എന്റെ ഭാര്യയെയും. മഞ്ഞൾ പോലെ സ്തൂലിച്ചവളായി മാറി. മരണം മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു 10 കിലോമീറ്റർ പോകുമ്പോൾ വാസുദേവപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ രാവിലെ ഈ മഞ്ഞപ്പിത്തത്തിനുള്ള മരുന്ന് അവർ കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ഭാര്യ സൗഖ്യമായി തീരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവര് മരുന്ന് തരുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, അപ്പുറത്തൊരു അമ്പലമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയി ഒരു നേർച്ച നേർത്തിട്ട് വാ, എന്നിട്ട് ഞങ്ങള് ഈ മരുന്ന് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് മരുന്ന് മേടിക്കാൻ നിൽക്കുന്നവർ പറഞ്ഞു, വെറുതെ കള്ളം എന്ന് പറഞ്ഞിട്ട് പോയി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ മരുന്ന് അത് രാവിലെ പോയി മേടിക്കേണ്ടതാണ്. അത് ഞാൻ അവോയ്ഡ് ചെയ്തു. മരിച്ചാൽ സ്വർഗത്തിൽ കാണാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരിച്ചു വന്നു. ഇവിടെ നിന്ന് ഞങ്ങള് നേരെ കേരളത്തിലേക്ക് യാത്രയായി. അവിടെ നിന്ന് പാലക്കാട്, അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പ്രൊഫസർ, എന്ത് സംഭവിക്കാം? മരണത്തെ മുഖാമുഖമായി കണ്ട ചില സമയങ്ങൾ. ആരും സഹായമില്ല, കയ്യിൽ 5 പൈസയില്ല. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ കടന്നു പോകുന്ന ഒരു സമയം. ദൈവത്തിന് സ്തോത്രം. ഞാന് കുറ്റിക്കാടുകളിൽ പോയി പ്രൈസൽ ചങ്കിൽ കൈവച്ച് ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. കർത്താവേ, എന്റെ ഭാര്യയെ സൗഖ്യമാക്കണമേ, എന്റെ പ്രൈസൽ മകനെയും എന്റെ ഭാര്യയെയും എനിക്ക് തരണമേ. ഞാൻ ചെറുപ്രായത്തിൽ സ്വന്തം രാജ്യം അല്ലെങ്കിൽ സ്വന്തം കേരള, സുന്ദരമായ കേരളം വിട്ട്, ഭാഷ വിട്ട്, ഇവിടുത്തെ നാട് വിട്ട് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഓടിയവനാണ്. എന്റെ കുടുംബത്തെ നീ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കൂടെ അഡ്മിറ്റ് ചെയ്ത ഒരു അമ്മ പ്രസവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. പിശാച് ഞങ്ങളോട് പറഞ്ഞു, നിന്നെയും ഇതുപോലെ ഞാൻ പ്രൈസുള്ള പണിഷ്മെന്റ് തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ദൈവവചനം കിട്ടി, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. വീണ്ടും ഒറീസയിൽ എന്റെ പ്രവൃത്തി വർണ്ണിക്കുവാൻ ഞാൻ എന്റെ ദാസനെ കുടുംബമായി ഞാൻ വിടുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. പറയട്ടെ, പ്രിയ ദൈവദാസന്മാരെ, അത്ഭുതകരമായ സൗഖ്യം. എവിടെ നിന്നാന്ന് അറിയത്തില്ല. ഒറീസക്കാരനായ ഒരു പാസ്റ്റർ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ജിജി അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ആൽമ എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ദൈവം എനിക്ക് 1999 ഒരു മകനെ ദാനമായിട്ട് തന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് നമ്മളെ പ്രൈസലോട് തകരുവാൻ അനുവദിക്കത്തില്ല. കർത്താവ് നമ്മള് തീർന്നു പോകുവാൻ അനുവദിക്കത്തില്ല. ഈ ദൈവം വലിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവ് അത്ഭുതകരമായി വിടിവിച്ചു. ഇന്ന് മകൻ ഇവിടുത്തെ പ്രൈസ് ദി ലോർഡ് ഒരു ബാങ്കിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. പാർട്ട് ടൈം ചർച്ചിനെ സഹായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു അഭിഷക്തനായ ഒരു മകനെയാണ് ദൈവം എനിക്ക് തന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് ഒരു ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഇളയ പൈതലിനെ ആ ഭൂതം അറ്റാക്ക് ചെയ്യുവാനിടയായി തീർന്നു. 3 വർഷമാണ് ബ്രോങ്കൈറ്റിസ്, ആസ്മ. 3 പ്രാവശ്യം ഞങ്ങളുടെ കരങ്ങളിൽ ഇരുന്ന് ആ കുഞ്ഞു മരിച്ചുപോയി, ശ്വാസം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഒരു അഭിഷക്തൻ നാട്ടിൽ നിന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു അറ്റാക്കിൽ നിങ്ങൾക്ക് ലഭിച്ചതാണ്, അവൻ മരിക്കയില്ല, ഇനി 3 മാസം കൂടെ കഴിയുമ്പോൾ അവന്റെ രോഗം ഭേദമാകുമെന്ന് പറഞ്ഞു. ആ 3 മാസം കഴിയുന്നതിന് മുൻപ് ഒരു സൺഡേ ആരാധന കഴിഞ്ഞ് വിശ്വാസികളെല്ലാം വീട്ടിൽ പോയ സമയത്ത് ജിജി പ്രൈസ് ദി ലോർഡ്, എന്റെ ഭാര്യ കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് ആ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസമില്ലാത്തവനായി മാറി. പ്രൈസ് ദി ലോർഡ്. ശ്വാസം കിട്ടാതെ കണ്ണും പ്രൈസ് എല്ലാം തുറിച്ച് വെളിയിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ എടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് അഭിഷക്തന്മാർ പറഞ്ഞതാണ്, ഇനി 3 മാസം കഴിയുമ്പോൾ ഇവന്റെ പ്രൈസ് ദി ലോർഡ് കുഴപ്പമില്ല, കർത്താവ് എന്റെ കുഞ്ഞു മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ആ പുറത്ത് യേശുവിന്റെ രക്തം പറഞ്ഞ് ഒരു അടിയടിക്കുകയും
പെട്ടെന്ന് ഒരു ഡിവൈൻ ബ്രീത്ത് കയറി വരികയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെ പല പ്രാവശ്യം മരണത്തിൽ നിന്ന് സ്വർഗം വിടുവിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേകരെ കർത്താവിലേക്ക് നേടുവാൻ തക്കവണ്ണം ഈ എളിയവനായ എന്നെയും വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന ദൈവം തേജോമയനായ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഇറക്കിയതുപോലെ അടിയനെ വിളിച്ച് വേർതിരിച്ച് ഇറക്കി. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവം. ജനങ്ങൾ പറയുന്നത് പോലെ അല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സിദ്ധാന്തങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്ലാനുകൾ വലുതാണ്. നിന്റെ പ്ലാനിനെ ആർക്കും തകർക്കുവാൻ സാധ്യമല്ല. നിന്റെ ജനനത്തെ ആരൊക്കെ തുച്ഛീകരിച്ച് പറഞ്ഞാലും കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ച് വലിയ പ്ലാനുണ്ട്. ഹല്ലേലൂയ. ആ പ്ലാനിലൂടെ നിന്നെ ഞാൻ നടത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിടുതൽ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു 27 വർഷം പഴക്കമുള്ള മിഷണറി ആയതുകൊണ്ട് അനേക മിഷണറി അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു അവസരത്തിൽ ദൈവവചനം നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുവാൻ വീണ്ടും താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും സമയം തന്ന ദൈവഭൃത്യന്മാരോടും അതുപോലെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കളോടും പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഓർഫനേജ് ഉണ്ട്. ബോയ്സ് മേളിലുണ്ട്. താഴെ ഗേൾസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരുണ്ട്. കുഷ്ഠരോഗ കോളനിയിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം വാടകയിലാണ് മുമ്പോട്ട് പോകുന്നത്. എങ്ങനെ മുൻപോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും തന്റെ മക്കളെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ലജ്ജിപ്പിക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല എന്നെനിക്ക് എന്റെ ഈ 27 വർഷം ഒറീസയിലുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായി. ആരൊക്കെ നമ്മളെ കൈവിട്ടാലോ, ആരൊക്കെ നമ്മളെ മറന്നാലോ, ഒരിക്കലും മറക്കാത്ത ഒരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഹല്ലേലൂയ തൃണൽകടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ സാക്ഷ്യ വചനങ്ങളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ചട്ടമ്പി രാജേഷ്, അഭിഷിക്തനായ ഒരു ദൈവദാസനായ ആ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ ആ വിളിയോട് വിശ്വസ്തരായിട്ടിരിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഒരു വാഗ്ദാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ താല്പര്യം കളയാതിരുന്നാൽ, ആ വാഗ്ദാനം അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ താല്പര്യത്തോടെ ഇരുന്നാൽ ആ വാഗ്ദാനം കർത്താവ് നമ്മിൽ നിവർത്തിക്കും. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ ആ മാതാവ് അത്ര ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് മിമിക്രിക്കുമൊക്കെ പോയി രാത്രിയിൽ വരുന്നുടനെ അല്ലെ വെളുപ്പിന് വരുന്നുടനെ ആ മാതാവ് ആ മുറിയിൽ ചെന്ന് കണ്ണുനീരോടുകൂടെ അല്ലെങ്കിൽ മുട്ടുമ്മേൽ നിന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും അത് അസ്ഥാനത്താകുന്നില്ല. നമ്മുടെ കണ്ണുനീരൊക്കെ തുരുത്തിയിൽ വെക്കുന്നവനായൊരു ദൈവമാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയിലെ 4ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ് എന്ന് പറയുന്ന ആ വലിയ ദൈവദാസൻ ഒരു സഭാപിതാവാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ഒക്കെ ഇപ്പോഴും ഇന്നും ആളുകൾ വായിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു വളരെ വിഷയലംബടനായ, വളരെ ആഭാസനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആ മാതാവിൻ്റെ കണ്ണുനീര്, മോണിക്ക എന്ന പേരുള്ള ആ മാതാവിൻ്റെ കണ്ണുനീരോടുകൂടിയുള്ളൊരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായ മനുഷ്യനാക്കി തീർത്തത്. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ വേദനയുള്ളവരാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. ദൈവം അത് തള്ളിക്കളയുന്നില്ല. തക്ക സമയത്ത് ദൈവം അതിന് ഉത്തരം നൽകുന്നു എന്നാണ് സത്യം. കർത്താവിൻ്റെ ദാസന് നമ്മിൽ പലരെയും പോലെ കോഴഞ്ചേരിയിലും കുമ്പനാട്ടും ഒക്കെ ദൈവവേല ചെയ്യാനായിട്ടാണ് ആഗ്രഹിച്ചത്. എന്നാൽ കർത്താവ് വിളിച്ചത് ഒറീസയിലെ കുഗ്രാമങ്ങളിലേക്കാണല്ലോ. അവിടെ എത്ര വലിയ പ്രിയമുള്ളവരെ, സാമ്പത്തികമായിട്ട് ഒരു നേട്ടമില്ല, സാമ്പത്തികമായിട്ടൊന്നും കാണത്തില്ല. എന്നാൽ ആത്മാവിൽ അനുഭവിക്കുന്നതായ സന്തോഷം ഒരു സമ്പത്തിനും, ഒരു ഡോളറിനും, ഒരു രൂപയ്ക്കും, ഒരു സൗകര്യത്തിനും തരാൻ കഴിയുന്നതല്ലല്ലോ. ഇന്ന് നമ്മൾ കേരളത്തിലെ ദേവദാസന്മാർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്ര ശോചനീയമായ അവസ്ഥകളിലൊക്കെയാണ്. സമ്പത്തിന് കുറവില്ല, മറ്റുള്ള സൗകര്യങ്ങൾക്ക് കുറവില്ല. എന്നാൽ ദൈവാത്മാവ് അവിടെ ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം? എന്നാൽ ബാഹ്യമായിട്ടൊന്നുമില്ലെങ്കിൽ തന്നെ ആ അനുഭവിക്കുന്നതായ സന്തോഷവും ആ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നതായ രക്ഷയും, എത്രയോ ആളുകളാണ് കർത്താവിൻ്റെ ദാസൻ്റെ ആ പ്രവർത്തനത്തിലൂടെ സൗഖ്യം പ്രാപിക്കുകയും കർത്താവിലേക്ക് വരികയൊക്കെ ചെയ്തത്. അത് എത്രമാത്രം വിലമതിക്കാനാവാത്തതാണ്. യേശു തന്നെ പറഞ്ഞു, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ആത്മാവ് സകല ലോകത്തിനേക്കാളും വിലയുള്ളതാണെങ്കിൽ പ്രിയമുള്ളവരെ,
എത്ര മഹത്തരമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ ദാസനെ സൂചിപ്പിച്ച ദാനിയേൽ അരൂർ പാസ്റ്റർ, സാജു ജോൺ മാത്യു ഇവരെയൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന ആളുകളാണല്ലോ. കർത്താവിൻ്റെ ദാസൻ ഏതെല്ലാം പാതകളിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ ആ ചെറിയ പ്രായത്തിൽ ആ മഹാന്മാരായ ദേവദാസന്മാരോടൊപ്പം കുമ്പനാട്ടെ കെ ഇ എബ്രഹാം സാറിൻ്റെ ആ അപ്പച്ചൻ്റെ മകനും കൊച്ചുമകനും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ മറ്റ് ദേവദാസന്മാർ നമ്മൾ കേട്ടിട്ടുള്ള ദേവദാസന്മാർ വളരെ മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആളുകളോടൊപ്പം ആയിരിക്കാനും അവരിൽ നിന്ന് പഠിക്കുന്നതിനും അവരുടെ മാതൃകളൊക്കെ കാണുന്നതിനും ഒക്കെ സാധിച്ചല്ലോ. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇന്ന് അതൊക്കെ കാണാനായിട്ട് വളരെ ചുരുക്കമാണല്ലോ. വളരെ ദൗർലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ ഒരു 2 മണിക്കൂറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഈ പ്രയർ ലൈൻ, നമ്മുടെ ഈ സാഹചര്യം 1 മണിക്കൂറത്തെ ഒരു പ്രയർ ലൈൻ ആണല്ലോ. അതുകൊണ്ട് ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീണ്ടും കർത്താവിൻ്റെ ദാസനെ തൻ്റെ സാക്ഷ്യവും വചനവും ഒക്കെ പറയാൻ സാവകാശം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് ആ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് എന്താണ് നമുക്ക് ഈ ലോകത്തിൽ എന്താണ് വേണ്ടത്? കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രന് തലയായിപ്പാൻ ഇടമില്ല, എന്നാൽ നമുക്ക് പൗലോസ് പറയുന്ന പോലെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കാം. കർത്താവിൻ്റെ ദാസന് താമസിക്കാനൊരു നല്ല വീടുണ്ട്. നമുക്ക് വേറെ എന്താണ് വേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മുടെ ശ്വാസം പോകുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സന്തോഷമുള്ളവരായിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ വേല നിറപടിയായിട്ട് നിവർത്തിക്കുവാൻ നമുക്ക് ആരോഗ്യവും ശക്തിയൊക്കെ ഉള്ളപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായ രാത്രി വരുന്നു. അതുകൊണ്ട് പ്രവർത്തിക്കുവാൻ സമയമുള്ളപ്പോൾ, സാവകാശമുള്ളപ്പോൾ, നമുക്ക് സാധ്യതകളുള്ളപ്പോൾ ശക്തമായി നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ്റെ ആ സാക്ഷ്യം എത്ര ഉത്തേജകജനകമാണ്, നമ്മളെ എത്ര ഉത്സാഹിപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ ജനിച്ചത് ക്രിസ്ത്യാനികളായിട്ടും പെന്തക്കോസ്തുകാരുമായിട്ടും ഒക്കെയാണ് നമ്മൾ പലരും ജനിച്ചത്. എന്നാൽ കർത്താവിൻ്റെ ദാസന് അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ. ഹരിപ്പാടെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹൈന്ദവ കേന്ദ്രമാണ്. എന്നാൽ ആ മാതാവ്, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കർത്താവിൻ്റെ ദാസന് കർത്താവ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രായമുള്ളതായ മാതാവ് ഹിന്ദുവായിട്ട് ജനിച്ച ആ രീതിയിൽ പാരമ്പര്യമായിട്ട് എല്ലാ രീതിയിലും വളർന്നു വന്ന ആ മാതാവ് കർത്താവിൻ്റെ വഴിയിലേക്ക് വരുന്നതിനും ഒരു മാതൃകയായി തീരുന്നതിനും ഒക്കെ സാധിച്ചല്ലോ. എത്ര മഹത്തരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് പ്രിയമുള്ളവർ. ഈ മാതൃകൾക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുന്ന ആ വിളിയോട്, നമ്മുടെ തെരഞ്ഞെടുപ്പിനോട്, ആ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് ശക്തരായിട്ട് മുന്നേറാം. ആത്മാവിൽ ശക്തരായിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ മുന്നേറാൻ കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനോടുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. ഷിക്കാഗോ പ്രേരണൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് കുടുംബത്തെ ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന്, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവിൻ്റെ ദാസന് വേണ്ടി തുടർന്നും നാം എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.